പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചെറിയ വേദഭാഗം സങ്കീർത്തനങ്ങൾ 34 അധ്യായം 1 ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതികൾ എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ദാവീദ് രാജാവ് അബിമലേക്കിൻ്റെ അടുത്ത് ബുദ്ധിഭ്രമം കാണിച്ചപ്പോൾ ദാവീദിനെ അവിടുന്ന് ആട്ടിപ്പുറത്താക്കി. ആ പോകുമ്പോൾ എഴുതിയ സങ്കീർത്തനമാണ് 34 അധ്യായം. നമുക്കെല്ലാം വളരെ സുപരിചിതമാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതികൾ എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഈ നല്ല ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ വേറെ കാരണങ്ങളൊന്നും വേണ്ട. നമ്മളെക്കാൾ വയസ്സുള്ളവരും വയസ്സ് കുറഞ്ഞവരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നമുക്ക് ദൈവം തന്ന ശ്വാസം, ജീവിതം, അതുതന്നെ മതി ദൈവത്തെ നമുക്ക് സ്തുതിപ്പാൻ. എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പിൻ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, രോഗാവസ്ഥയിൽ എല്ലാം നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും. സന്തോഷത്തിൽ മാത്രമല്ല, സന്താപത്തിലും ദൈവത്തെ സ്തുതിപ്പാൻ നമുക്കിടയാകണം. ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കണമെന്നാണ്. എപ്പോഴും നമുക്ക് പിതാവായ ദൈവത്തോട് സമീപിക്കാനും നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആവശ്യങ്ങളും മറ്റുള്ളവരുടെ ആവശ്യങ്ങളും ഒക്കെ പങ്കിടുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഏത് പ്രയാസങ്ങളാണെങ്കിലും അത് ദൈവത്തിൻ്റെ ശക്തി അതിനേക്കാൾ വലിയതാകുന്നു എന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് നമുക്ക് ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുന്നത്. മറിച്ചാണെങ്കിൽ, നമുക്ക് നിരാശയാണെങ്കിൽ ദൈവമുണ്ടോ, എൻ്റെ പ്രശ്നം കാണാത്തത് എന്താണ് എന്നൊക്കെ നമുക്ക് ചോദിക്കും. അങ്ങനെയല്ല, ഏതവസ്ഥയിലും ദൈവത്തെ സ്തുതിപ്പാൻ നമുക്കിടയാകണം. യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തണം. അവൻ സ്തുതി എപ്പോഴും നമ്മുടെ നാവിന്മേലിരിക്കണം. ദൈവത്തിൻ്റെ കൃപയുള്ളവർക്ക് ഏത് അവസ്ഥയിലും ദൈവത്തെ സ്തുതിപ്പാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കണം. ഏത് പ്രശ്നം തന്നെ ആയിക്കോട്ടെ, ക്യാൻസർ ആകട്ടെ, മറ്റ് പ്രയാസങ്ങളാകട്ടെ, ഏതവസ്ഥയിലും ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. അത് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മുന്നേറണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും സഹായിക്കുമാറാകട്ടെ. യേശുവേ, അവിടുന്ന് തന്ന ദാനമായ ജീവിതത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് തന്ന ശ്വാസം അത് ദൈവത്തെ സ്തുതിപ്പാൻ വേണ്ടി ഉപയോഗിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഞാൻ കർത്താവിൽ എപ്പോഴും സന്തോഷിച്ചു സ്തുതിച്ചുകൊണ്ട് ജീവിപ്പാനും ആ ദാവീദ് രാജാവിനെ പോലെ ഏതവസ്ഥയിലും ദൈവത്തെ സ്തുതിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കും. അത് സന്തോഷവേളകളിലും സന്താപവേളകളിലും ഒരുമിച്ച് ഏതവസ്ഥയിലാണെങ്കിലും കർത്താവിനെ സ്തുതിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരുമാറാണെന്ന് പ്രാർത്ഥിക്കും. അതിന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമീൻ.